ആശ മുഴുവൻ അറ്റുപോയി. രക്ഷപ്പെടുമെന്നുള്ള ആശ മുഴുവൻ അവസാനിച്ചു. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടപ്പോൾ, രക്ഷപ്പെടുമെന്നുള്ള ആശ നഷ്ടപ്പെട്ടപ്പോൾ, ഒടുവിലത്തെ പായും പറന്നുപോയപ്പോൾ, സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ആ പാതിരാത്രിയിൽ, ആ അർദ്ധരാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ അപ്പോസ്തലൻ്റെ അരികിൽ ഇറങ്ങി വരികയാണ്. ആ സംഭവം പൗലോസ് ഇങ്ങനെയാണ് പറഞ്ഞത്: എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു. എന്നെ കേൾക്കുന്നവരെ, ഇന്ന് നിങ്ങൾക്കിത് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് ഒരു ഉടയവനുണ്ട്, നിങ്ങൾക്ക് ഒരു രക്ഷകനുണ്ട്. ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഏത് വെല്ലുവിളികളുടെ നടുവിലും, ഏതു സാഹചര്യത്തിൻ്റെ നടുവിലും നിങ്ങളെ കൈവിടാത്തൊരു ഉടയവൻ നിങ്ങൾക്കുണ്ട്. ഒരു സർവശക്തനാകുന്ന ദൈവം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോൾ അവൻ്റെ പ്രവർത്തികൾ അവൻ അവസാനിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ആശ മുഴുവൻ അറ്റുപോകുമ്പോഴും ക്രിസ്തുവിലുള്ള പ്രത്യാശകൾ നഷ്ടമായി പോകുന്നില്ല. തുറന്ന് പറയാമോ? എനിക്കൊരു ഉടയവനുണ്ട്, എനിക്കൊരു സംരക്ഷകനുണ്ട്, എനിക്കൊരു സൗഖ്യദായകനുണ്ട്, എന്നെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റുന്ന ഒരു വലിയവനായ ദൈവം എനിക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോസ്തലനോട് സ്വർഗം പറയുകയാണ്: പൗലോസേ, നീ ഭയപ്പെടരുത്, നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. ഏതെങ്കിലും സാഹചര്യങ്ങളെ കണ്ട് നിങ്ങൾ ഭയപ്പെടുന്നെങ്കിൽ, രോഗത്തെ കണ്ട് ഭയപ്പെടുന്നെങ്കിൽ, മെഡിക്കൽ റിപ്പോർട്ടുകളെ കണ്ട് ഭയപ്പെടുന്നെങ്കിൽ, സാമ്പത്തിക വിഷയങ്ങളിൽ നിങ്ങൾ ഭയപ്പെടുന്നെങ്കിൽ, കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളോട് അറിയിക്കുന്നു: നിങ്ങൾ ഭയപ്പെടരുത്. പൗലോസ് അപ്പോസ്തലൻ ആ നിമിഷം തനിക്ക് നിൽക്കാനുള്ള കപ്പൽ പോലും ഇല്ലാത്ത നിലയിൽ, കപ്പലിൻ്റെ പലകകൾ തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, അടുത്ത ദിവസം നേരം പുലരുന്ന പുലർക്കാലം കാണുവാൻ കഴിയുകയില്ലെന്ന് വിധി നിർണയിച്ചിരിക്കുമ്പോൾ, അടുത്ത ദിവസം ഇതിനകത്ത് നിൽക്കുന്ന ഒരുത്തനും കാണുകയില്ലെന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ പൗലോസിനോട് ദൈവം പറയുന്നു: നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. നാളത്തെ ദിവസത്തെ ഞാൻ എങ്ങനെ നേരിടും? നാളത്തെ ദിവസത്തെ എനിക്ക് കാണാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നവനോട്, അടുത്ത മാസത്തിൽ നീ എവിടെയായിരിക്കുമെന്നും നിന്റെ അടുത്ത വേദി എവിടെയായിരിക്കുമെന്നും സ്വർഗത്തിലെ ദൈവം വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് അറിയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം: എത്ര കൊടുങ്കാറ്റുകൾ നിങ്ങളുടെ മുൻപിൽ വന്നാലും, എത്ര ഈശാനമൂലൻ നിങ്ങളുടെ പടകിനെതിരെ അടിച്ചാലും, എത്ര സമ്മതിക്കാത്ത കാറ്റുകൾ നിങ്ങളുടെ മുമ്പിൽ വന്നാലും, നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഉടയവൻ നിങ്ങൾക്കുണ്ട്, നിങ്ങളെ രക്ഷിക്കുന്ന ഒരു ദൈവം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ആശകൾ അറ്റുപോകുമ്പോൾ, നിങ്ങളുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, നിങ്ങളുടെ പ്രത്യാശകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, എല്ലാം കഴിഞ്ഞു, എല്ലാം തീർന്നു, എല്ലാം തകർന്നു എന്ന് ചിന്തിക്കുന്ന ആ മൂമെന്റിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു ഉടയവൻ, നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഉടയവൻ, നിങ്ങളെ രക്ഷിക്കുന്ന ഒരു ഉടയവൻ നിങ്ങൾക്കുണ്ട്. പറയാമോ: ഞാൻ അനാഥയല്ല, ഞാൻ അനാഥനല്ല, എനിക്കൊരു ഉടയവനുണ്ട്. അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നു: അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. കൊടുങ്കാറ്റുണ്ടെങ്കിലും, ഈശാനമൂലനുണ്ടെങ്കിലും, പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും, ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ എൻ്റെ മുൻപിലുണ്ടെങ്കിലും, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ മാറുകയില്ല എന്നും, എൻ്റെ ദൈവം എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങളെ നോക്കി, നിങ്ങളുടെ കുടുംബത്തെ നോക്കി, നിങ്ങളുടെ തലമുറയെ നോക്കി, നിങ്ങളുടെ ഭാവിയെ നോക്കി, നിങ്ങളുടെ ശുശ്രൂഷയെ നോക്കി, നിങ്ങളുടെ സഭയെ നോക്കി, സ്വർഗത്തിലെ ദൈവം പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, ഒരു ഈശാനമൂലനും, ഒരു സമ്മതിക്കാത്ത കാറ്റിനും, ഒരു പ്രതിസന്ധികൾക്കും, ഒരു ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾക്കും നിങ്ങളെ തകർത്ത് കളയാൻ കഴിയത്തില്ല. മെലീത്തയുടെ ഉണർവിന് വേണ്ടി, മാൾട്ടയുടെ റിവൈവലിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം നിങ്ങളെ മറുകരയിലെത്തിച്ച് മാനിക്കുവാൻ വിശ്വസ്തനായ ദൈവം മാത്രമേ.